ഹലോ മച്ചാന്മാരെ, അപ്പം കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രോഗ് നമ്മുടെ ഹണ്ടറിൻ്റെ ZX പറയുന്ന മോഡൽസാണ്. ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം. ഇത്രയും മോഡൽസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ഇത് വെച്ചൊരു ഫിഷിംഗ് ആയിരിക്കും നമ്മൾ നടത്താൻ പോകുന്നത്. കാരണം വീഡിയോ ഇടാനൊക്കെ വളരെ ലേറ്റാണ്. കാരണം നമുക്ക് മീൻ പിടിക്കാൻ സ്ഥലമോ കാര്യങ്ങളൊന്നുമില്ല, എല്ലായിടവും പായൽ കയറി കിടപ്പാണ്. സോ അധികം ബോറടിപ്പിക്കുന്ന സംഭവം പൊളിയാണ്. നമുക്ക് ചെറുവിനൊക്കെ ഇത് പിടിച്ച് കയറ്റുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് വേണ്ടൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സമയം കളയണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട്. അപ്പോൾ നമ്മൾ വൈകിട്ട് നമ്മുടെ ZX ഹണ്ടറിൻ്റെ ZX കൊണ്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ZXൽ അടി പൊട്ടോ ഇല്ലയോ നമുക്കിത് നോക്കാം. സിലോപ്പിയ വല്ലതും ഉണ്ടെങ്കിൽ നോക്കണടാ, പൊട്ടിക്കാം. ZXൻ്റെ ഹൂക്കൊക്കെ കണ്ടോ, തിളങ്ങി നിൽക്കുന്ന ഹൂക്ക്. ഓക്കെ ഫൈൻ. അപ്പം നമുക്ക് നോക്കാം. ബാഗ് പിടിച്ചോ. ഓക്കെ ഓക്കെ നമ്മളപ്പം കാസ്റ്റിങ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ZXലെ ഫസ്റ്റ് വരാൽ. ZXലെ എടുത്തേക്കടാ, കുളത്തിട്ടേക്കാം. നമ്മുടെ ZXലെ ഫസ്റ്റ് വരാൽ. ഓക്കെ എടുത്തോ, കുളത്തിട്ടേക്കാം. കളയണ്ട. ഈ തീരെ പൊടി കിട്ടുവാണെങ്കിൽ കളഞ്ഞാൽ മതി. ഇതൊക്കെ എടുത്തിട്ടാൽ ഇതൊക്കെ എടുത്തങ്ങ് ഇടാന്നേ ഉള്ളൂ. അപ്പം മതി. മിസ്സായവനെ നമുക്ക് കയറ്റാൻ പറ്റുമോ നോക്കട്ടെ. ഫിഷ് ഓൺ. ചെറുതുവാ. നമ്മുടെ ZXൽ രണ്ടാമത്തെ വരാൽ വൈറ്റ്. ഒരു 100 ഗ്രാം സെയിം സൈസ് അല്ലേടാ. ഇതൊക്കെ എടുക്കാം. ഇത് അടിച്ച് ചാകുമെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ പൊന്നു ഹുക്ക്. ഇത് കൊല്ലി ബാഗിനകത്ത് വെക്കണ്ട കേട്ടോടാ. ഇവിടെയാണെങ്കിൽ കെട്ടിയിട്ടേരെ. അയ്യോ കൊക്കെ പിടിക്കല്ലേ. വാ, കൊക്കിനെ പിടിച്ച നാളെ ഞാനകത്ത്. ചാൻസൊക്കെ നല്ലതാണ്, പക്ഷെ അന്തരി പോകും മോനെ. ഫിഷ് ഓൺ. നമ്മുടെ നാലാമത്തെ വരാല്. എടുക്കാം. ബാ. നമ്മുടെ ZXൽ നാലാമത്തെ വരാൽ വൈകുന്നേരത്തെ. നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇതൊക്കെ എടുക്കാൻ കുഴപ്പമില്ല, വിഷയമില്ല. പ്രോപ്പറായിട്ട് ഹുക്ക് റിമൂവറൊക്കെ വെച്ച് എടുക്കുക. ക്ലാപ്പൊക്കെ പിടഞ്ഞു കഴിഞ്ഞാൽ പിടഞ്ഞതാണ്.
സ്റ്റിക്കിൻ്റെ തുമ്പേ നീ രണ്ടെണ്ണത്തിനെ കൊണ്ടുപോകും കേട്ടോ, രണ്ടെണ്ണത്തിനെ കൊണ്ടുപോകും. ZX പക്ഷെ അടിയെല്ലാം ഭയങ്കര അടിയല്ലേടാ. അടിക്കുന്ന പറഞ്ഞാൽ തീ പാറുന്ന അടിയാ. ആ ചൊട്ട ആ അടിക്കുന്ന പവർ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും വലുതാണ് അടി. ഒരു രക്ഷയില്ല. എന്തോ ചെയ്യാൻ കണ്ടോ അവിടെ ഫലം ഉണ്ടോ? പോകല്ലേ 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 പോകല്ലേ. എങ്ങനെടാ ചെറുമീൻ നിക്ക് ഇങ്ങോട്ട് വാ. ഇങ്ങനെ നിക്ക് മറിക്ക്. അയ്യോ ചെറുമീൻ നമ്മളിത് വൈകുന്നേരം നമ്മുടെ ZX കൊണ്ട് രണ്ടാമത്തെ ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെറുമീൻ അടിച്ച് അതേ സ്പോട്ടിൽ വന്നിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നിന്നെല്ലാം കിട്ടുമോ നോക്കാം. ഒരു വൈകുന്നേരം അടുത്ത ദിവസം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ZX കൊണ്ട്. നമുക്ക് ഇന്നും കൂടെ കുറച്ച് മീനോടെ കയറ്റണമെന്നുണ്ട്. നോക്കാം, വിൽ ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ നോക്കാം, അതൊന്നുമില്ല. ഓക്കെ നേരത്തെ അടിച്ചുകൊണ്ടിരുന്ന ചെറുമീനൊക്കെ എന്തിനാ മാറി കേട്ടോ ഇവിടുന്ന്. വെള്ളം കൂടിയപ്പോഴത്തേക്ക് മാറി. പക്ഷെ വെള്ളം ഇല്ലായിരുന്നെങ്കിൽ പൊട്ടിയന്. ഫിഷ് ഓൺ ചോട്ടെ, ഫിഷ് ഓൺ. ചെറുമീൻ കുഞ്ഞ് എടുക്കണോ? കൊണ്ടിട്ടാലും ചത്തു പോത്തേ ഉള്ളൂ. വേണ്ടല്ലോ. കൊണ്ടുപോക്കളോ? നമ്മുടെ ZX ആദ്യത്തെ ചെറുമീൻ കുഞ്ഞാട്ടോ. കഴിഞ്ഞ ദിവസം ഒരു വലുതിനെ കിട്ടിയത് നമുക്ക്. ഓക്കെ എടുത്തു. ഇവനെ കളയുന്നില്ല, ഇവനെ എടുക്കുവാണ് ഞങ്ങൾ. എനിക്കണ്ട കൊണ്ടുപോയി വെറുതെ കളയണ്ട അല്ലേ. ചിലപ്പം കുളത്തിട്ട ചത്തു പോകത്തുള്ളൂ കുഞ്ഞ്. ഇതായോണ്ട് വരാനെ പോലല്ലോ. വൈകാക്കാം. ഓക്കെ ഡൺ. പോയിരിക്കുന്നുണ്ട്. ഓക്കെ അവനെ നേരെ ഇട്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ കെട്ടിയെടുത്ത്
ഉണ്ട് ഫിഷ് ഓൺ. നാടൻ വരാൽ ZX. ഇവിടെ ഒരുത്തന നിപ്പുണ്ടായിരുന്നു, ഇവിടെ നിപ്പുണ്ട്, ഞാൻ കുറേ വരുന്ന കണ്ടു. ഇത് നമ്മുടെ ZX അടിച്ച നാടൻ വരാൽ. നാടനാട്ടോ, നാടനെയൊക്കെ വല്ലപ്പോഴും ഒക്കെ കാണുന്നത്. ഈ നാടന മഞ്ഞ വരുന്നല്ല നാടന, കാരണം ബാക്കി എല്ലായിടത്തും ഇപ്പോൾ വിയറ്റ്നാം വരാലല്ലേ, ഇപ്പോൾ വിയറ്റ്നാമേ ഉള്ളൂ എല്ലായിടത്തും. നാടനൊക്കെ അപൂർവമായിട്ടൊക്കെ കിട്ടുന്നു കേട്ടോ. അങ്ങനെ ഇന്നലെ കുറേ ദിവസങ്ങൾക്ക് ശേഷം മഴയൊക്കെ പെയ്തു. പക്ഷേ തോട്ടിലൊക്കെ ഇച്ചിരി വെള്ളക്കൂടുതലാണ്. അടിക്കോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. പക്ഷേ എന്തൊരവസ്ഥ, നോക്കാം. അടിച്ച് നല്ലൊരുത്തൻ. യെസ്, ദാറ്റ്സ് ഗുഡ് ബേബി. പോയി നമ്മുടെ ഈ ZX നാടൻ വരാൽ, നല്ല മഞ്ഞ കളറൊക്കെ ഉള്ള നല്ല നാടൻ ഐറ്റം. കുറേ നാളുകൾക്ക് ശേഷം നല്ല മഞ്ഞ അടിച്ചേക്കുന്നു. ഓക്കെ, ഇതിനെ കൊല്ലിലോട്ട് മാറ്റാം. നമ്മുടെ ഈ ZX മഞ്ഞ കളർ. അതിൻ്റെ അടിയിലൊക്കെ മീൻ നിൽപ്പുണ്ട്. പക്ഷെ നമുക്ക് എറിഞ്ഞ് കയറ്റുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. Fish on. നമ്മുടെ ZX അടുത്ത വരാല നല്ല നാടൻ വരാല കേട്ടോ. അടിക്കുന്നതെല്ലാം അടിച്ചതെല്ലാം 2 എണ്ണം അടിച്ച നാടന, കുഴപ്പമില്ല കേട്ടോ. തയ്യൊക്കെ നല്ല നാടൻ വരാല്. കാക്കിലുണ്ട് കേട്ടോ, ഒക്കെ എടുക്കാമെന്ന് വരുവാ. കൊല്ലിലോട്ട് മാറ്റും. എന്തായാലും അടിച്ച് കിട്ടി 2 എണ്ണം. നമ്മുടെ ഫ്രോഗ് ഇരിക്കുന്ന പരുവം കണ്ടോ, അടിച്ച് അവനങ്ങ് വേറൊരു ഷേപ്പിലാക്കി തന്നു. ഫ്രോഗിൻ്റെ ചെറുതാണെങ്കിൽ നല്ല പിടുത്തം ഉണ്ടായിരുന്നു കേട്ടോ, നല്ലൊരു രസമുണ്ട്. ഫ്രോഗ് അകത്ത് കയറ്റി, നമ്മുടെ ZX മഞ്ഞ കളർ കണ്ടോ, അകത്തടിച്ച് കയറ്റി. ഞാൻ ഹുക്ക് റിമൂവർ എടുക്കട്ടെ, ഇല്ലാതെ ഇവനെ ഓപ്പറേഷൻ ഡി കുബേര നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് ആശാനം ചെറിയ കൊല്ലിയിലോട്ട് മാറ്റാം. യെസ്, ഇങ്ങനെ നമ്മുടെ അടുത്ത വരാൽ, നാടൻ വരാൽ സെയിം സൈസ് കേട്ടോ. സെയിം സൈസിനേക്കാൾ സ്വല്പം കൂടെ കാണത്തില്ല ഉള്ളൂ കേട്ടോ. 4ാമത്തെ ഇന്നത്തെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ 4ാമത്തെ വരാൽ. അപ്പോൾ കൊല്ലിയിലോട്ട് മാറ്റാം. നമ്മുടെ ഫ്രോഗ് ചപ്പി തിന്നുകളഞ്ഞാണ്. നമ്മുടെ ZX എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ലേ. ഓക്കെ, fish on. Yes.
അവിടെ ഇരിക്കാം. നമ്മുടെ അടുത്ത വരാൽ നമ്മുടെ സെയിം ഫ്രോഗ്, സെയിം സൈസ് തന്നെയാണ് കേട്ടോ. വലിയ വ്യത്യാസമല്ല, തുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഫ്രോഗ് നല്ല രീതിയിൽ അടിച്ചാണ് ഇവന്മാരെല്ലാം എടുക്കുന്നത്. ഇന്ന് ഫുള്ള് നാടൻ വരാൽ കേട്ടോ, നോ വിയറ്റ്നീസ് വരാൽ. ഒന്നെടുക്കട്ടെ. നമ്മുടെ 5ാമത്തെ വരാലിനെ നമ്മളങ്ങനെ വളരെ വിജയകരമായിട്ട് കൊല്ലിയിലിട്ടു. ഒരല്പം ചോരയൊക്കെ വന്നു. ഓക്കെ, ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ? അയ്യോ പരിക്കൊന്നും കേട്ടോ. ഫ്രോഗിന് വലിയ ഡാമേജുകളൊന്നുമില്ല, കുഴപ്പമില്ല. കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇതിനകത്ത് പിടിക്കുന്നുണ്ട് മീൻ. വെയിലൊക്കെ ഉദിച്ച് തുടങ്ങി, നല്ല ചൂടടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചൂട് കയറി തുടങ്ങി. ചൊട്ടയല്ല, വാ. നമ്മുടെ വൈകുന്നേരത്തെ മീമി, ചെറിയൊരു മീമി. ഓക്കെ, നമ്മുടെ ഇസഡെക്സ് ഫ്രോഗ്. ഗ്രിപ്പർ അവൻ്റെ കയ്യിലാണ്, അവനിങ്ങോട്ട് വരട്ടെ. കവറോടെ പോണ്ടേ? കുറച്ച് ചൊട്ടയല്ലടാ, എടുക്കാവുന്ന സൈസാ, കുഴപ്പമില്ല. കളയാണ്ടാക്ക, കിടന്നോട്ടെ. കുഴപ്പമില്ല. ഉയ്യോ, ചെറുതിനാണ് നമുക്ക് ഇട്ടേക്കാം. ഈ സൈസിനൊന്നും, ഈ സൈസ് നമ്മൾ എടുക്കാറില്ല. സൊട്ടമേ ഇല്ലാമലേ സൊട്ട. Fish on. വലുതല്ല, ഇതിനാ ഇടത്തരം മറ്റെല്ലാം കാഴ്ച വലുതല്ലേ. നമ്മുടെ 2ാമത്തെ വരാൽ നാടൻ വരാല കേട്ടോ. നാടൻ കാക്കിൽ വേണ്ട എന്തായാലും. കൊല്ലിയൊന്നും എടുത്തില്ല. കവർ എന്നിട്ട് ചുരുട്ടി വയലാത്തും കിട്ടരെ. അല്ലല്ല, വരാല്. യെസ്. നമ്മുടെ 3ാമത്തെ വൈകുന്നേരത്തെ വരാൽ നാടനാണ് കേട്ടോ. ഇതെല്ലാം നാടൻ വരാല. നമുക്ക് ഇവിടെ വിയറ്റ്നാം വരാൽ വെള്ളം പൊങ്ങുമ്പോഴേ മാത്രമേ ഇവിടെ വിയറ്റ്നാം വരാൽ പൊതുവേ വരാറുള്ളൂ അല്ലേ. കണ്ടല്ലോ നമ്മുടെ ഹണ്ടറിൻ്റെ ഇസഡെക്സിൻ്റെ പവർ. സാധനം പൊളിയാണ്. ഹുക്കപ്പ് റേഷ്യോ കാര്യങ്ങളെല്ലാം സൂപ്പറാണ്. അപ്പം നമ്മുടെ ഹണ്ടറിൻ്റെ വില വരുന്നത് നമുക്ക് 400 രൂപയാണ്. ഹണ്ടറിൻ്റെ എല്ലാ മോഡൽസും നമുക്ക് ഒറ്റ പ്രൈസേ ഉള്ളൂ, 400 രൂപയുള്ളൂ.
അപ്പോൾ സ്റ്റോക്ക് വേണ്ടവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പം വീഡിയോ ഇടാനൊക്കെ വളരെ ലേറ്റാണ്, കാരണം നമ്മുടെ ഏരിയയിലൊന്നും സ്ഥലമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ്. ഇനി നമുക്ക് മഴയൊക്കെ നല്ലപോലെ പെയ്ത് സ്ഥലമൊക്കെ ആകണം. സോ അപ്പോൾ നമുക്ക് അടുത്തൊരു ഫിഷിംഗ് വീഡിയോ കാണും വരെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ആംഗ്ലേഴ്സ് മത്സരമാർക്കും ടാറ്റാ.